കൊച്ചിയിലെ കായലോരം ചേർന്ന് വൈകുന്നേരം അല്പം നടന്നാൽ പകലത്തെ ജോലി തിരക്ക് മൂലമുള്ള ക്ഷീണമെല്ലാം മാറും. കാരണം അത്രയ്ക്ക് മനോഹരമാണ് കായലോരം വഴിയിൽ നടക്കുമ്പോഴുള്ള കാഴ്ചകൾ. മഴയില്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം അല്പം കാറ്റും കൊണ്ട് കൊച്ചിയിലെ അധികം തിരക്കില്ലാത്ത വോക്ക് വേ ആയ കൊച്ചിൻ പോർട്ട് വോക്ക് വേ വഴി നടക്കാൻ പോകാറുണ്ട്. മുമ്പ് വൈകുന്നേരം 4 മണിയായാൽ എല്ലാ സൈഡിൽ നിന്നുള്ള ആളുകൾ അല്പം റിലാക്സ് ചെയ്യാനായി വന്നിരുന്നത് സുഭാഷ് പാർക്കിലും തുടർന്ന് അല്പം നടക്കുവാൻ ക്യൂൻസ് വോക്ക് വേയിലുമാണ്. എന്നാൽ എറണാകുളത്തെ ടൗണിലുള്ളവർക്ക് വരെ അവിടെ എത്തിച്ചേരുവാൻ സിറ്റിയിലെ ട്രാഫിക് കൺജഷൻ കാരണം ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് മരട്, കുണ്ടന്നൂർ, തേവര ഭാഗത്തുള്ളവർ സുഭാഷ് പാർക്കിനും ക്യൂൻസ് വോക്ക് വേക്കും പകരമായി കൊച്ചിൻ പോർട്ട് വോക്ക് വേയിലേക്ക് വൈകുന്നേരങ്ങളിൽ വരാറുള്ളത്. പക്ഷേ അടുത്ത കാലത്തായി ഈ വോക്ക് വേയിലേക്കുള്ള വഴിയും ട്രാഫിക് വളരെ കൂടുതലാണ്. കുണ്ടന്നൂർ പാലവും കടന്ന് കുണ്ടന്നൂർ തേവര പാലവും പറമ്പിത്തറ പാലവും എല്ലാം വൈകുന്നേരമാകുമ്പോൾ വാഹനങ്ങൾ കൊണ്ട് നിറയും. ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് വേണം കൊച്ചിൻ പോർട്ട് വോക്ക് വേ വരെ ചെന്നെത്താൻ. വോക്ക് വേയിലേക്ക് മുമ്പിലായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുണ്ട്. മഴക്കാലമായതുകൊണ്ട് വോക്ക് വേയുടെ പരിസരം അത്ര നല്ല രീതിയിലല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഓണം അടുത്തത് കൊണ്ട് സകല ജനങ്ങളും ഷോപ്പിംഗ് മോളിലേക്കും ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കും ആണ് വൈകുന്നേരം പോകാറുള്ളതെന്ന് തോന്നും. വോക്ക് വേയിലെ ആരും തന്നെ ഇന്നില്ല. ചില്ലി ആൻഡ് ചില്ലീസ് ഫുഡ് ഔട്ട്ലെറ്റിലെ ഈവനിങ് കോഫി കുടിച്ച് ഇവിടെ വരുമ്പോൾ അല്പം നടക്കാറ് പതിവാണ്. അവധി ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും. കോഫിയും സ്നാക്സും കഴിച്ച് നേരത്തെ തന്നെ തിരിച്ചു പോകണം. കാരണം രാത്രി 10 മണി വരെ ഇന്ന് റോഡിൽ തിരക്കുണ്ടാകുമെന്ന് തോന്നുന്നു. ഈ വോക്ക് വേയും പരിസരങ്ങളും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, ട്രാഫിക് ബ്ലോക്ക് കുറയ്ക്കാൻ മറ്റ് പരിഹാരം കണ്ടിരുന്നെങ്കിൽ വളരെ കൂടുതൽ ആളുകൾ ഇവിടെ വരുമായിരുന്നു.